തുലാവർഷം എത്തിയതേ ഉള്ളൂ. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പല സ്ഥലങ്ങളിലും ശക്തമായ മഴയാണ് ഉണ്ടാകുന്നത്. മഴ മാത്രമല്ല, അതിശക്തമായ കാറ്റും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഒരു മഴ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി, റോഡുകൾ നിറഞ്ഞു കവിയും, പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാകും. ഇപ്പോൾ ആലപ്പുഴ, കുട്ടനാട് പോലെയുള്ള ഭാഗങ്ങളിലെ വീടുകളിലൊക്കെ പലപ്പോഴും വെള്ളം കയറി അവരൊക്കെ വീട് മാറി പല ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകേണ്ട സ്ഥലം വരും. അതുപോലെ കടലോരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ വരും. പിന്നെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ മഴയുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് ഭയമെന്ന് പറയുന്നത് 2 പ്രളയങ്ങളെ അതിജീവിച്ചവരാണ് കേരളത്തിലുള്ളവർ. അപ്പോൾ ആ 2 പ്രളയങ്ങളെ അതിജീവിച്ചു എന്ന് പറയുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ, വീട് നഷ്ടപ്പെട്ടവരുണ്ട്, ഭൂമി നഷ്ടപ്പെട്ടവരുണ്ട്, മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, പിന്നെ ജീവജാലങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട്, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവരുണ്ട്, ഭർത്താക്കന്മാർ, അങ്ങനെ ഒരുപാട് ആളുകളെയും ഭൂമിയും ജീവജാലങ്ങളെയും സ്വർണം, പണം ഒക്കെ നഷ്ടപ്പെട്ട നിരവധി പേർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. വയനാട് ചൂരൽമല, മുണ്ടക്കൈ ചൂരൽമല ദുരന്തമൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ദുരിതമാണ് കേരളത്തിൽ മഴ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടതും അങ്ങനെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ തമ്പാനൂരൊക്കെ ആണെങ്കിൽ നഗരസഭയൊക്കെ വലിയ രീതിയിൽ അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു 10 മിനിറ്റിൽ കൂടുതൽ അതിശക്തമായ മഴ പെയ്താൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അടങ്ങുന്ന തമ്പാനൂരിന്റെ റോഡ് മുഴുവൻ വെള്ളത്തിനടിയിലാകും. ഇത് പല സ്ഥലങ്ങളിലും, ഇപ്പൊ കൊച്ചി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പല സ്ഥലങ്ങളും റോഡ് നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ വെള്ളം പൊങ്ങും. പിന്നീട് റോഡിൽ കുഴിയുണ്ടോ എന്നത് നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ വാഹനം ഓടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ കുഴിയിലായിരിക്കും വീഴുന്നത്. അങ്ങനെ പല അപകടങ്ങളും പല മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ സർക്കാർ ഇതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവർ നമുക്ക് മുന്നറിയിപ്പ് നൽകും, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ 8ന്റെ പണി നിങ്ങൾ തന്നെ വാങ്ങിച്ചു വെച്ചുകൊണ്ടിരിക്കും. കാരണം അവരൊക്കെ സുരക്ഷിതരാണ്. ഈ ഉരുൾപൊട്ടുന്ന ഭാഗത്തൊക്കെ താമസിക്കുന്നവരും അണക്കെട്ടിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിന്റെ അടുത്തൊക്കെ താമസിക്കുന്നവരുടെയൊക്കെ ഒരു ആശങ്ക നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ശക്തമായ മഴ തന്നെയാണ്, ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥ അടക്കം നൽകുന്ന മുന്നറിയിപ്പ്. അതായത് വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കും. 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് എന്ന് പറയുന്നത്. ചക്രവാതി ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ ഇടിമിന്നൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് അതിന്റെ ജാഗ്രത നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള മരണങ്ങൾ വരെ സംഭവിക്കുന്ന തരത്തിലേക്കുള്ള ഇടിമിന്നലേറ്റ് പലരും മരിച്ചതായിട്ടൊക്കെ നമുക്കറിയാം. മിന്നലേറ്റ് ആ സമയത്ത് വൈദ്യുതി പ്രവാഹമൊക്കെ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ വലിയ രീതിയിൽ നമുക്ക് സൂക്ഷിക്കാതെയൊക്കെ വരുമ്പോഴത്തേക്ക് മരണം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ കാറ്റൊക്കെ വീശുമ്പോൾ ഈ മരങ്ങളൊക്കെ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലായിരിക്കും. വീടിന് നാശം ഉണ്ടാകും. ഒരുപക്ഷെ ആ വീടിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്കും ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതൊക്കെ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. ഇതൊക്കെ കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ജാഗ്രതയും വേണം, ഭയവും വേണം. ഭയം വേണ്ട എന്ന് പലരും പറയും, പക്ഷെ ഭയവും വേണം, ജാഗ്രതയും വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ജാഗ്രതയുടെ ഭാഗമായി ഇനി പറയുന്ന ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നത്. തെക്കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന വടക്കൻ കേരള തീരത്തിനും മുകളിലാണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത്. മഴ മുന്നറിയിപ്പ് അനുസരിച്ച് വ്യാഴാഴ്ച മുതൽ പരക്കെ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും ചൊവ്വാഴ്ച മഴയുണ്ടാകും. അതായത് 14/10/2025 പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും 15/10/2025 പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും ഒറ്റപ്പെട്ടതും ശക്തവുമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നൽകുന്ന മുന്നറിയിപ്പ്. ഇത് ജാഗ്രതയോടെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊക്കെ ജില്ലയിലാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയാം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ചൊവ്വാഴ്ചയും, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ബുധനാഴ്ചയും,
വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം കാറ്റിനും സാധ്യതയുണ്ട്. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാനത്ത് മഴ ലഭിക്കാൻ കാരണം തെക്ക് കിഴക്കൻ അറബിക്കടലിലും വടക്കൻ കേരള തീരത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ്. ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ ഒക്ടോബർ 15 വരെ കേരളത്തിൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ കാറ്റെന്നൊക്കെ പറയുമ്പോൾ അതിവേഗതയിലുള്ള കാറ്റായിരിക്കും. അപ്പോൾ ഈ കാറ്റൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരുചക്ര വാഹനങ്ങളിൽ നമ്മൾ യാത്ര പോകുമ്പോൾ ഈ കാറ്റൊക്കെ വരുമ്പോൾ വല്ലാതെ വാഹനങ്ങൾക്ക് ഈ വാഹനങ്ങൾ ഇങ്ങനെ തെന്നി മാറാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അത് മഴയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ കഴിവതും ശക്തമായ മഴയാണെങ്കിൽ എവിടെയെങ്കിലും വാഹനം നിർത്തിയിട്ട് മഴയില്ലാത്തൊരു കടയുടെ മുന്നിലോ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും സേഫായി ഒതുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. മഴയത്തെ വാഹനങ്ങൾ ഓടിക്കുന്നത് ചിലർക്ക് ഭയങ്കര ഹരമാണ്. പക്ഷെ അത് അത്രത്തോളം പ്രാക്ടീസ് ഒക്കെ ഉള്ളവർക്ക് വാഹനം ഓടിച്ചു പോയാൽ ചിലപ്പോൾ അപകടം സംഭവിക്കില്ലായിരിക്കാം, അറിയില്ല. പക്ഷെ എങ്കിൽ പോലും മഴയത്ത് വാഹനം ഓടിക്കുന്നത് അത്ര നല്ലതാണ് എന്ന് തോന്നുന്നില്ല. മഴയത്ത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പെട്ടെന്ന് സ്കിപ്പായി വാഹനങ്ങൾ അപകടം പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് കൃത്യമായി അത് മനസ്സിലാക്കണം. മാത്രമല്ല ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പൊക്കെ മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് ശക്തമായ മഴ ഉണ്ടായുമെങ്കിൽ മാത്രമേ, ശക്തമായ കാറ്റ്, ശക്തമായ മഴ, ഇടിമിന്നലൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് നമ്മളത് കൃത്യമായി തന്നെ പാലിച്ച്, ഇപ്പൊ കൃഷിയൊക്കെ ഒരുപാട് പേര് ഇപ്പൊ കൃഷി നടത്തുന്ന സമയമാണെന്നാണ് തോന്നുന്നത്. അപ്പൊ കൃഷികളിലൊക്കെ നശിക്കാൻ സാധ്യതയുണ്ട്, വീടുകളിൽ വെള്ളം കയറാൻ സാധ്യത. ഇപ്പൊ ഇവിടെ നിന്നൊക്കെ മാറി താമസിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുമ്പോൾ പലരും പോകാൻ മടി കാണിക്കാറുണ്ട്. കാരണം വീട്ടിൽ ഇപ്പൊ പശു, കോഴി, ആടിനെയൊക്കെ വളർത്തുന്നവരുണ്ടാകും. ഇവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയാൽ ഇവർക്കൊക്കെ ജീവജാലങ്ങൾക്കൊക്കെ ആരാണ് ആഹാരം കൊടുക്കുന്നത്, കന്നുകാലികൾക്കൊക്കെ ആരാണ് ആഹാരം കൊടുക്കുന്നത് എന്നൊക്കെയുള്ളൊരു പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് പലരും പോകാൻ മടിക്കുക. അത് നിങ്ങളുടെ ജീവനെ കൂടി അപകടം എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദുരിതാശ്വാസ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ വീട്ടിലെ ഈ കന്നുകാലികൾക്കൊക്കെ അവര് ആഹാരം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ നോക്കിക്കോളും. ഈ നമ്മൾ വിചാരിക്കും തുലാമാസത്തെ മഴയാണ്, അതുകൊണ്ട് ഇതെല്ലാം വർഷവും വരുന്നത് പോലെയാണ്. ഈ തുലാമാസത്തെ മഴയൊക്കെ നമ്മൾ പിന്നെ പ്രളയത്തെ രൂപത്തിൽ നമ്മൾ കണ്ടവരാണ്. അതായത് ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുപോകുന്നതും വീടിന്റെ അകത്ത് അകപ്പെട്ടു പോയ പലരെയും ഒരു ഗ്രാമം തന്നെ എടുത്തോണ്ട് പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോ എന്ത് കാര്യങ്ങൾ ചർച്ച ചെയ്താലും നമ്മൾ ജീവനോടെ വേണമല്ലോ ഇതൊക്കെ ചർച്ച ചെയ്യാൻ, ഇതൊക്കെ പറയാനും, നമ്മൾ എന്താ പറയാ സമ്പാദിക്കാനും. നമ്മൾ ജീവിച്ചിരുന്നിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് വീടും കെട്ടിപ്പിടിച്ച് പിന്നെ സ്വത്തും പണമൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കാതെ കൃത്യമായി സർക്കാരിന്റെ മുന്നറിയിപ്പുകൾ വരുമ്പോൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് ജാഗ്രതാ മുന്നറിയിപ്പ്, മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് പറഞ്ഞാൽ പോകരുത്, രണ്ടും കൽപ്പിച്ച് ഇപ്പൊ നിങ്ങളുടെ ജീവിതമാർഗം അതാകും. പോയില്ലെങ്കിൽ ചിലപ്പോൾ അന്ന് നിങ്ങളുടെ അടുപ്പ് പുകയില്ലായിരിക്കും. പക്ഷെ എങ്കിൽ പോലും നിങ്ങളന്ന് പോകരുത്. അത് നിങ്ങളുടെ ജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവര്, ഈ തീരദേശങ്ങളിൽ താമസിക്കുക, അപ്പൊ ഇവരൊക്കെ എല്ലാ സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾ ഒരു ജാഗ്രത പുലർത്തുന്നത്, ഭയത്തോടു കൂടി ഒരു ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും.